എന്ത് പറ്റി കൊറേ കാലമായാലും ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കാര്യമുള്ളപ്പോ വന്നാ മതിയല്ല. ഒരു ദിവസം ഞാൻ 8th പഠിക്കുന്ന സമയത്ത് എന്റെ 10th പഠിക്കുന്ന 5 ചേട്ടന്മാര് വന്നിട്ട് എന്നോട് ഒരു വാ കളിക്കാൻ പോകാം. എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. പള്ളിയുടെ ബാക്കിലേക്ക് ഒരു വഴിയുണ്ട്, അവിടെ ഞാൻ പോയി വിളിച്ചിരിക്കും. പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. പറഞ്ഞു. ഈ 4 പേരും വന്ന് എന്റെ കൂടെ ഒളിച്ചിട്ട് എന്നോട് ഇങ്ങനെ മേത്തൊക്കെ പിടിക്കാൻ. ഞാൻ പറയാം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഞാൻ മാറാൻ പോയപ്പോ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞു നിൽക്കുക. അല്ല, എനിക്ക് കൈ നോക്കാൻ അറിയാം. നിക്കെന്ന് പറയും. ആദ്യം ഇവരെന്റെ അടുത്ത് വളരെ മാന്യമായി അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചു. അപ്പൊ എനിക്കത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിന് പ്രതികരിച്ചു. ഭവാനി ഒന്ന് മനസ്സ് വെച്ചാൽ ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. അങ്ങനെ തള്ളി എന്നെ വെച്ചിട്ട് തള്ളി അകത്തോട്ട് കയറ്റി. സംഭവം അങ്ങോട്ടാ വന്നെ കേട്ടിട്ട് ഇവർ 5 പേരും കൂടിയിട്ട് തന്നെ എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അവരുടെ സസ്പെൻസ്. ഒരു പെൺകുട്ടീനെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിന്റെ പൊന്ന് സാർ, നീ മിണ്ടരുത്. നാട്ടുകാർ വിധിക്കുന്ന ശിക്ഷ എന്ത് തന്നെ ആയാലും നീ അനുഭവിച്ചു തന്നെ തീരണം, അല്ലെങ്കിൽ പോലീസ് മീൻസ് കടിക്കുക, മാന്തുക. മീൻസ് എനിക്കൊരു ചാനലിൽ വന്ന് സംസാരിക്കാൻ പറ്റില്ല എന്താണെന്ന് സംഭവിച്ചത്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. മാത്തച്ഛൻ എന്ത് പറയുന്നു? പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.